This is Shahid Ali. Hope you are all doing great. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഇൻകം ടാക്സിലെ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് എങ്ങനെ ചെയ്യാം. ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും പ്രാക്ടിക്കൽ സൈഡിൽ അടക്കം അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണത്. കുറേ ആൾക്കാർ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. ഇപ്പോൾ സെക്ഷൻ 17ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫിനെ കുറിച്ചാണ് സെക്ഷൻ 17 പറയുന്നത്. സെക്ഷൻ 70 ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്, അതായത് തമ്മിൽ സെയിം ഹെഡ് സെറ്റ് ഓഫിനാണ് ഇൻട്രാ ഹെഡ് എന്ന് പറയാം. അപ്പോൾ എത്ര ഹെഡ്സുകൾ ഉണ്ട് നമുക്ക്? 5 ഹെഡ്സ് ഓഫ് ഇൻകം ഇല്ലേ? ഏതൊക്കെയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഒന്ന് പറയാമോ? ഒന്ന് സാലറി, ഇൻകം ഫ്രം സാലറി, ദെൻ HP, ദെൻ PGVP, then capital gain and IFOS. Okay, so 5 heads of income ഉണ്ട്. Okay, ഇനി എങ്ങനെയാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട് കാര്യം നോക്കാം. ഇറ്റ് മീൻസ് ലോസ് ഫ്രം വൺ സോഴ്സ് ഓഫ് ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അനദർ സോഴ്സ് ഓഫ് ഇൻകം ബട്ട് ഇൻ ദി സെയിം ഹെഡ് ഓഫ് ഇൻകം. അതായത് ഒരേ ഹെഡിൽ വരുന്ന തമ്മിൽ ഉള്ള ലോസസ് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം ലോസസ് തന്നെ ഒരു ലോസ് ഒരു ഇൻകം, അതായത് ഇൻകത്തിൽ നിന്ന് ലോസ് കുറക്കാടോ, ആ ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കൊടുത്താൽ മതി. നല്ല പരിപാടി അല്ലേ? അപ്പം ഒരേ ഹെഡിൽ വരുന്ന ഇൻകവും ലോസും ഓക്കെ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നെറ്റ് മാത്രം അതിൻ്റെ മുകളിൽ മാത്രം ചെയ്താൽ മതി, ടാക്സ് പേ ചെയ്താൽ മതി. അതാണ് ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, പക്ഷെ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് പോസിബിൾ ആണ്, ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും ചെയ്യാം, പക്ഷെ പോസിബിൾ ആണ്. പക്ഷെ ചില എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ, ബിസിനസ് ലോസ് ആണത്, PGVP ആണ്, പക്ഷേ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസാണ്. അത് എന്തിനായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫുൾ ബിസിനസ്, ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് സാധാ ബിസിനസ് ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഹെഡാണ്, പക്ഷെ എന്നാലും പറ്റില്ല. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, സെക്ഷൻ 35 സ്പെസിഫൈഡ് ബിസിനസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും PGVP. അതിലുള്ള ലോസ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് എനിക്കുണ്ട്. നോർമലി ഒരു ബിസിനസ് ചെയ്തതിൻ്റെ ഇൻകം എനിക്കുണ്ട്, അത് ഇതിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്തുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മളെ ലോസ് ഫ്രം ഓൺ ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് നമ്മളെ IFOS ലോസാണ്. അപ്പം ഇതിൽ നിന്ന് വല്ല ലോസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായിട്ട് മാത്രമേ, അതായത് ഇൻകം ഫ്രം ഹോസ് റേസസ് എന്നുള്ള ഇൻകത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഈ 4 കേസ് എക്സെപ്ഷൻസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒന്നുകൂടി പറയാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകമായിട്ട് മാത്രം, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകമായിട്ട് മാത്രം, LTCL അതായത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രം, ആൻഡ് ഹോസ് റേസ് എന്നുള്ള ഇൻകമായിട്ട് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇനി സെക്ഷൻ 71 വരുന്നത് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. അതായത് PGVP ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? സോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇപ്പോൾ നമ്മൾ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് പഠിച്ച്, അതിൽ എക്സെപ്ഷനും പഠിച്ച്. ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. യെസ്, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ ആണ്, പക്ഷേ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കുറച്ച് കണ്ടീഷൻസും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കണം. ഓക്കെ, അതായത് ഇറ്റ് മീൻസ് ലോസ് അണ്ടർ വൺ ഹെഡ് ഓഫ് ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അനദർ ഹെഡ് ഓഫ് ഇൻകം. ഓക്കെ, ഒരു ഹെഡിലെ ഇൻകം മറ്റൊരു ഹെഡിലെ ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് PGVP ലോസ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അതായത് ക്യാപിറ്റൽ ഗെയിൻ ലോസ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. സെക്ഷൻ 71 പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഇൻ ദി സെയിം പ്രീവിയസ് ഇയർ, അതായത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ലോസ്, അടുത്ത വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് നടക്കില്ല. പോയിന്റ്. സെയിം പ്രീവിയസ് ഇയറിൽ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ ആണ്. ദി സെയിം പ്രീവിയസ് ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഫോർ ക്യാരി ഫോർവേഡ് ലോസസ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് നോട്ട് അലൗഡ്, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് ആയിട്ട് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിലും എക്സംഷൻ പറയുന്നുണ്ട്, അതായത് കണ്ടീഷൻ, റെസ്ട്രിക്ഷൻ. എല്ലോ ആയിട്ട് പറ്റൂല എന്നുള്ള കേസ് ഏതൊക്കെയാണത്? സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഓൺലി സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം.
അത് മേലെ പറഞ്ഞ പോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഏതുമായിട്ട് മാത്രമേ പറ്റുള്ളൂ, ഇന്റർ ഹെഡ് ഒന്നും പറ്റില്ല, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ആയിട്ട് മാത്രം. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഏതുമായിട്ട് പറ്റുള്ളൂ, സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം ആയിട്ട് പറ്റുള്ളൂ. ഇതൊന്നും ഇന്റർ ഹെഡ് പോസിബിൾ അല്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഏതുമായിട്ട് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അതേപോലെ ഓണിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് റേസോസ് എന്നുള്ള ഏതുമായിട്ട് മാത്രമേ പറ്റുള്ളൂ, ഓണിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് റേസോസ്. അപ്പോൾ അത് മേലെ പറഞ്ഞ 4 പോയിന്റും സെയിം വേ. അതായത് സ്പെസിഫൈഡ് ബിസിനസ് ലോസ് സ്പെസിഫൈഡ് ഇൻകം മാത്രം, ഇൻട്രാ ഹെഡും പറ്റില്ല, ഇന്റർ ഹെഡും പറ്റില്ല, അതൊന്നും പറ്റില്ല. സെയിം നേച്ചർ ഓഫ് ഇൻകം ആൻഡ് ലോസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ 4 സെയിം നാച്ചർ മാത്രമേ സെറ്റ് ഓഫ് നടക്കുള്ളൂ, വേറെ ഒന്നുമായിട്ടും സെറ്റ് ഓഫ് നടക്കില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇൻകം ലോസും അതാത് ഇൻകം ലോസും ആണെങ്കിൽ മാത്രമേ നെറ്റ് നടക്കുള്ളൂ, നെറ്റ് നടക്കില്ല. അതേപോലെ തന്നെ ഒരു സാധനമാണ് നമ്മളെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇല്ലേ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ലോസ്, ഷോർട്ട് ടേം ലോസ്. ഷോർട്ട് ടേം ലോസ് ഏതുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ. അതായത് ഇതിന് ഇന്റർ ഹെഡ് പോസിബിൾ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ക്യാപിറ്റൽ ഗെയിൻ ലോസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഏതുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രം. അത് ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം, സ്പെസിഫിക് റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് ബിസിനസ് ലോസ് എന്തായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, സാലറിയുമായിട്ട് സെറ്റ് ഓഫ് പറ്റില്ല. സോ ഇതല്ലാതെ ബാക്കിയൊക്കെ പോസിബിളാണ്. അതായത് ഇതല്ലാതെ ഈ ഇന്റർ ഹെഡ് ഇവിടെ പറഞ്ഞ എക്സെപ്ഷൻ അല്ലാതെ ബാക്കി എല്ലാ ഇന്റർ ഹെഡും പോസിബിളാണ്. പക്ഷേ ഈ പറഞ്ഞ ബിസിനസ് ലോസ്, ബിസിനസ്സിന് ഒരു ലോസ് കിട്ടി, സാലറിയുമായിട്ട് ഇൻകം ഫ്രം സാലറി, എനിക്ക് സാലറി ഉണ്ട്, ഞാൻ സാലറി മന്ത്ലി കിട്ടുന്നുണ്ട്, എനിക്കൊരു ബിസിനസ്സും ഉണ്ട്, ബിസിനസ്സിൽ ലോസാണ്, സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം സാലറി ബിസിനസ് ലോസും സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി ടാക്സ് അടച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. സാലറിക്ക് ടാക്സ് അടക്കാം, സാലറി ബിസിനസ് ലോസുമായിട്ട് സെറ്റ് ഓഫ് ആവില്ല. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് ലോസ്, കാരണം സാലറി വാങ്ങുന്ന ആൾക്ക് ബിസിനസ് വേറെ ഉണ്ടാവും, നാച്ചുറലി ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ബിസിനസ് ലോസ് വരുമ്പോൾ ആ സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ക്ലയൻറ്റ് ചിലപ്പം ചോദിക്കാം, ഇത് ലോസ് അല്ലേ, ഇതിവിടെ ലോസ് അല്ല, ഇവിടെ ഇൻകം അല്ലേ, അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ. പക്ഷേ പോസിബിൾ അല്ല എന്ന് സ്പെസിഫിക്കലി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് സെക്ഷൻ 71. ഓക്കെ, ഇനി ഇതിനൊരു സമ്മറി ആയിട്ട് പറയാണ്, ഇൻകം ഫ്രം സാലറിയിൽ ലോസ് സാധാരണ വരില്ല, വരില്ല. ഓക്കെ, ലോസ് നോട്ട് പോസിബിൾ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ലോസ് ഫ്രം HP വരാം, അത് ആദ്യം ഇൻട്രാ ഹെഡ് നടത്താം, ഇന്റർ ഹെഡ് നടത്താം. പക്ഷേ ഇന്റർ ഹെഡിൽ മേലെ പറയാത്തൊരു കേസുണ്ട്, മാക്സിമം 2 lakh വരെ പറ്റുള്ളൂ സെറ്റ് ഓഫ്. ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് നടത്താം, വേറെ HP ലോസ് വേറെ, ഇന്റർ ഹെഡ് വേറെ ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് നടത്താം. മാക്സിമം എത്ര വരെ, 2 lakh വരെ. അത് ഓർത്ത് വെക്കണേ, MCQ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും. 2 lakh വരെ. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ HP ലോസ്? യെസ്. എത്ര അസസ്മെൻറ്റ് ഇയർ? 8 അസസ്മെൻറ്റ് ഇയർ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ 8 അസസ്മെൻറ്റ് ഇയർ ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് PGEPയുടെ കേസ്. PGEPയുടെ കേസിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ ഓൺലി സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും 4 വർഷത്തൊട്ട്, 4 അസസ്മെൻറ്റ് ഇയറിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്പെസിഫൈഡ് ബിസിനസ് നിന്ന് കിട്ടിയ ലോസ് ആണെങ്കിൽ സ്പെസിഫൈഡ് ഇൻകം ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, അൺലിമിറ്റഡ് ആണ്. അതായത് സ്പെസിഫിക്കലി ഇത്ര പീരീഡ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള. ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ, മിച്ചം വന്ന ലോസ് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത വർഷത്തോട്ട് കൊണ്ടുപോകാം. അതാണ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത വർഷത്തിൽ അപ്പോൾ അടുത്ത വർഷവുമായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അടുത്ത വർഷം യൂസ് ചെയ്യാൻ പറ്റും ആ ലോസ്. സോ അതാണ് ക്യാരി ഫോർവേഡ്. നെക്സ്റ്റ് എനി അതർ ബിസിനസ് ലോസ്, മേലെ പറഞ്ഞ അല്ലാത്ത വേറെ ഏതെങ്കിലും ബിസിനസ് ലോസ് ആണെങ്കിൽ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് നടത്താം, ഇന്റർ ഹെഡും പോസിബിൾ ആണ്. ദെൻ എന്നിട്ടും മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 8 അസസ്മെന്റ് ഇയറിലോട്ട് എന്ത് ചെയ്യാം. ആ ഇന്റർ ഹെഡിലെ സാലറി പറ്റില്ല, ബാക്കിയെല്ലാം ഇന്റർ ഹെഡും പോസിബിൾ ആണ്. പല കുട്ടികളും ചോദിച്ചിരുന്നത് ബിസിനസ് ലോസ് IFOs ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ, IFOs ലോസുമായിട്ട്. യെസ്, പറ്റും. കാരണം അവിടെ ഇന്റർ ഹെഡ് പോസിബിൾ ആണ്. ഏതുമായിട്ട് മാത്രമേ പറ്റാത്ത, സാലറി ആയിട്ട് മാത്രമേ പറ്റും. അപ്പോൾ ബിസിനസ് ലോസ് സാലറി ആയിട്ട് സെറ്റ് ഓഫ് ആവില്ല, ബാക്കിയെല്ലാം ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ആവും. ക്ലിയർ. നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാം കേട്ടോ. ബിസിനസ് ലോസ് 8 വർഷം അസസ്മെന്റ് ഇയർ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ബിസിനസ്സിനെ 3 രീതിയിൽ തിരിക്കണേ, സ്പെക്കുലേറ്റീവ് ഉണ്ട്, സ്പെസിഫൈഡ് ഉണ്ട്, നോർമൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ്റെ കേസ്. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും വരാം, ലോങ് ടേം ക്യാപിറ്റൽ ലോസും വരാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം എഗെയിൻസ്റ്റ് ഏത് മാത്രം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ മാത്രം, വേറെ ഒന്നുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ, നെക്സ്റ്റ് 8 അസസ്മെന്റ് ഇയർ വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഏതുമായിട്ട് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്യാം, 8 അസസ്മെന്റ് ഇയർ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഈ ഓണിങ് ആൻഡ് മെയിൻറ്റൈനിങ് ഹൗസ് റൈസ്. ഞാൻ പറഞ്ഞ് അതിൽ നിന്ന് വല്ല ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും ഫോർ നെക്സ്റ്റ് 4 അസസ്മെന്റ് ഇയേഴ്സ്. അതർ ലോസസ് IFOസിൽ വേറെ എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ഇന്റർ ഹെഡ് നടത്താം ആൻഡ് ക്യാരി ഫോർവേഡ് അലൗഡ് അല്ല ഇതിൽ IFOസിൽ. അപ്പോൾ ക്യാരി ഫോർവേഡ് അലൗഡ് അല്ലാത്ത ഒറ്റൊരു ലോസ് ഏതാ, IFOs ലോസ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വല്ല ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ഇസ് നോട്ട് പോസിബിൾ.
അതുപോലെ തന്നെ അടുത്ത വരുന്നത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാ വിച്ച് ക്യാൻ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് എനി അതർ ഹെഡ് ഇൻ മാക്സിമം 2 lakh. ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ലോസ് മാക്സിമം അതൊരു 3 ലക്ഷം ലോസ് ഉണ്ട്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിന്ന് അത് ഏത് മറ്റേ ഹെഡ് വേറെ ഇപ്പം PGP ഇൻകം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. പറ്റുമോ? യെസ് പറ്റും. എത്ര വരെ പറ്റും? 2 lakh വരെ പറ്റും. അതിനപ്പുറം പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രാ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എത്രയും സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഇന്റർ ഹെഡ് വരുമ്പോൾ 2 lakh വരെ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ബി റിമെമ്പേർഡ് ദാറ്റ് വൺസ് എ പെർട്ടിക്കുലർ ലോസ് ഈസ് ക്യാരി ഫോർവേഡ്. ഇപ്പോൾ ക്യാരി ഫോർവേഡോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗൈൻസ്റ്റ് സെയിം ഇൻകം. സെയിം ഹെഡ് ആയിരിക്കണം. അടുത്ത ഇപ്പം ഈ വർഷത്തെ വല്ല ബിസിനസ് ഇൻകം ബിസിനസ് ലോസ് ഞാൻ അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ബിസിനസ് ലോസ് ഏതുമായിട്ട് മാത്രമേ അടുത്ത വർഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രം സെയിം ഹെഡ് പറ്റുള്ളൂ. ഇന്റർ ഹെഡ് പറ്റൂല. അപ്പോൾ ക്യാരി ഫോർവേഡ് ലോസസ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ അല്ല. അതും ഓർത്ത് വെക്കുക. അതൊക്കെ പ്രാക്ടിക്കലും വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം കുറേ സ്ഥാപനങ്ങളിൽ ലോസ് ഉണ്ടോ ക്യാരി ഫോർവേഡ് ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ആകുന്നതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതൊക്കെ അറിഞ്ഞു വെക്കണം. ആൻഡ് ഫ്രം തിയറി നമ്മളെ എക്സാം പെർസ്പെക്റ്റീവിൽ അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്യാരി ഫോർവേഡിനെ കുറിച്ച് പറയാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ റിട്ടേൺ ഓഫ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് റിട്ടേൺ കറക്റ്റ് ടൈമിലെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ക്യാരി ഫോർവേഡ് നടക്കില്ല. റിട്ടേൺ ഫയലിംഗ് അതായത് ഇൻകം ടാക്സ് റിട്ടേൺ കറക്റ്റ് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ മാത്രമേ ക്യാരി ഫോർവേഡ് പോസിബിൾ ഉള്ളൂ, അല്ലെങ്കിൽ പോസിബിൾ അല്ല. ഓക്കെ, അതിൽ HP ആ പ്രശ്നമില്ല, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആ പ്രശ്നമില്ല. ബാക്കി എല്ലാത്തിനും കറക്റ്റ് റിട്ടേൺ കറക്റ്റ് ഓൺ ടൈം ഫയൽ ചെയ്താൽ മാത്രമേ ക്യാരി ഫോർവേഡ് നടക്കുള്ളൂ. ഓക്കെ, പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞു എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് കഴിഞ്ഞ്, ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ്. കുറച്ച് കാര്യങ്ങൾ കുറച്ച് നോട്ട്സും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ്. വെനെവർ ഇൻകം ഈസ് എക്സം ദെൻ ലോസ് ഡസ് നോട്ട് ഹാവ് എനി ടാക്സ് ട്രീറ്റ്മെന്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്. ഇൻകം എക്സംപ്റ്റ് ആണെങ്കിൽ പിന്നെ ലോസിന് വലിയ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അത് ഇഗ്നോർ ചെയ്യാം. ദെൻ ഇൻകം എക്സംപ്റ്റ് അല്ലേ പിന്നെ എന്ത് ലോസ്? ലോസ് ഫ്രം എനി ലോട്ടറി, കാർഡ് ഗെയിംസ്, റേസസ് എക്സെട്രാ ആർ നോട്ട് എലിജിബിൾ ഫോർ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ആൻഡ് ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ഇൻകം റെഫേർഡ് ആൻഡ് 100. അതായത് ലോട്ടറി എന്നുള്ള വല്ല ലോസ് അല്ലെങ്കിൽ ലോട്ടറി ലോസ് വരില്ല. തമ്മിൽ കാർഡ് ഗെയിം, റേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗാംബ്ലിംഗ് ഒക്കെ പോലത്തെ സംഭവങ്ങളിൽ നിന്ന് ക്രോസ് വേർഡ് പസിൽസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് നടക്കുക പറ്റൂല, നോട്ട് എലിജിബിൾ. അപ്പോൾ ഇൻകം ഫ്രം കാർഡ് ഗെയിം, ലോസ് ഫ്രം കാർഡ് ഗെയിം പറ്റൂല. ബ്രോഡ് ഫോർവേഡ് ലോസസ് ഫ്രം എ ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഈവൻ ഇഫ് സച്ച് ബിസിനസ് ഇസ് നോട്ട് കണ്ടിന്യൂഡ്. അതായത് ഇപ്പം ബിസിനസ്സിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ട്, അത് ബിസിനസ് കണ്ടിന്യൂഡ് അല്ലെങ്കിലും എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് പോസിബിൾ ആണ്. അതായത് ബിസിനസ് ഇനി അടുത്ത വർഷം മുതൽ കണ്ടിന്യൂഡ് അല്ല എന്നുള്ള രീതിയിൽ നിൽക്കാന്നുണ്ടെങ്കിലും ഇപ്പം പോസിബിൾ ആണ്. ബ്രോഡ് ഫോർവേഡ് അതിൻ്റെ ക്യാരി ഫോർവേഡ് ചെയ്ത് എന്നിട്ട് കൊണ്ടുവന്ന ലോസ് വല്ലതും ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് പോസിബിൾ ആണ്. ഇനി ഓർഡർ ഓഫ് സെറ്റ് ഓഫ് നമ്മളെ BGP എങ്ങനെ ഓർഡർ? ഫസ്റ്റ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, പിന്നെ ബ്രോഡ് ഫോർവേഡ് ലോസ്, ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഈ ഓർഡറിലായിരിക്കണം നമ്മൾ സെറ്റ് ഓഫ് നടത്തുക. നെക്സ്റ്റ്, ഇഫ് ദർ ഈസ് എനി ഇൻകം ഇൻ അണ്ടർ എനി ഹെഡ് ആൻഡ് എലിജിബിൾ ലോസസ് അണ്ടർ എനി അതർ ഹെഡ് സച്ച് ലോസ് ഫാലി ഫസ്റ്റ് സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് സെയിം ഇൻകം ആൻഡ് ഇൻകം ബിഫോർ സെറ്റ് ഓഫ് അഗൈൻസ്റ്റ്. അതായത് ഒരു ഹെഡിൽ ഇൻകം അണ്ടർ എനി ഹെഡ് ആൻഡ് എലിജിബിൾ ലോസസ് അണ്ടർ എനി അതർ ഹെഡ്. ഇപ്പം ഈ ഹെഡിൽ ഇൻകം ഉണ്ട്, വേറെ ഹെഡിൽ ലോസും ഉണ്ട്. അപ്പോൾ ഈ ലോസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഇന്റർ ഹെഡ്ക്കല്ല പോകേണ്ടത്, ആദ്യം ഇൻട്രാ ഹെഡ്ക്ക് വേണം. അതായത് സെയിം ഇൻകം. ഓക്കെ, സെറ്റ് ഓഫ് പോകുന്നതിന് മുമ്പ് സെയിം നാച്ചർ ഓഫ് ഇൻകം ഇൻട്രാ ഹെഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്തിട്ട് മിച്ചമുള്ള അയക്കണം ഇന്റർ ഹെഡ്ക്ക് പോകാൻ. ഓക്കെ, ദെൻ സെറ്റ് ഓഫ് ലോസസ് നോട്ട് പെർമിസിബിൾ അഗെയിൻസ്റ്റ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം. നമ്മളെ 69D 68 ഒക്കെ വരുന്ന കേസില്ല, ആ സാധനം 68, 69, 69A, B എന്നിട്ടുള്ള ഈ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് മണി, അങ്ങനത്തേനൊക്കെ സെറ്റ് ഓഫ് പോസിബിൾ ആണോ? അല്ല. അതൊക്കെ ഡയറക്റ്റ് ടാക്സ് ഹിറ്റിങ് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ടാക്സ് ഹിറ്റ് ചെയ്ത് പോകും. അവിടെ സെറ്റ് ഓഫ് ലോസസ് ഒന്നും പോസിബിൾ അല്ല, പെർമിസിബിൾ അല്ല. If assessee opted section 115 BSc, this is very important. Market is very important. കാരണം 115 BSc ഡിഫോൾട്ട് റെജീം ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ദെൻ HP ഹെഡ് ലോസസ്, ഹൗസ് പ്രോപ്പർട്ടി ലോസ് നോട്ട് അലൗഡ് ടു സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ക്യാരി ഫോർവേഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ. അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ എനിക്കൊരു ലോസ് ഉണ്ട്, ഞാൻ പറഞ്ഞു ഹൗസ് പ്രോപ്പർട്ടി ലോസ് എനിക്ക് മറ്റ് ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം അപ് ടു 2 lakh വരെ, അതേപോലെ സെയിം ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡും ചെയ്യാം, ഒക്കെ പോസിബിൾ ആണെന്ന് പറഞ്ഞ്. ഞാൻ ഓപ്റ്റ് ചെയ്തത് ഡിഫോൾട്ട് റെജീം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് HP ലോസ് വല്ലതുണ്ടെങ്കിൽ എനിക്ക് അവിടെ അത് മിസ്സാവും, ലാപ്സ് ആവും. കാരണം എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എനി അതർ ഹെഡാണ് സെയിം ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അതും പഠിച്ചേക്കാം. അതായത് HP ലോസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സെയിം ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? യെസ്, പോസിബിൾ ആണ്. ഇന്റർ ഹെഡ് പോസിബിൾ ആണോ? അല്ല. ക്യാരി ഫോർവേഡ് പോസിബിൾ ആണോ? അല്ല. എപ്പോൾ? ഡിഫോൾട്ട് റെജീമിലാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ. ഇഫ് ഐ ചൂസ് ഡിഫോൾട്ട് റെജീം ദെൻ HP ലോസസ് നോട്ട് അലൗഡ് ടു സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ക്യാരി ഫോർവേഡ്. ഇത് ഓർത്ത് വെക്കണം. കാരണം ക്വസ്റ്റ്യനിൽ 115 BSc ഓപ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മൈൻഡിൽ വരണം. കാരണം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ HP ലോസിന് സ്പെസിഫിക്കലി പറയുന്നുണ്ട് HP ലോസ് ഈസ് നോട്ട് അലൗഡ് ടു ക്യാരി ഫോർവേഡ്. അതേപോലെ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പോസിബിൾ അല്ല. ഇഫ്
if he is opting default tax regime. Okay, it's very important. നോർമൽ ടാക്സ് റെജീം ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അതേപോലെ വരും. പക്ഷേ ഡിഫോൾട്ട് ടാക്സ് റെജീം ആണ് HP യുടെ കേസിൽ മാത്രമാണ് ഈ ഒരു പ്രൊവിഷൻ, HP യുടെ കേസിൽ മാത്രമാണ്. ഓക്കെ, then കഴിഞ്ഞ സെറ്റ് ഓഫ് കഴിഞ്ഞ് ഇത് ജസ്റ്റ് സ്റ്റോക്ക് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിനെ ഏത് ഹെഡിലിടണം എന്നുള്ളതാണ്. അതായത് ട്രാൻസാക്ഷൻ ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വല്ലതും ചെയ്യുന്ന ആളാണ് ഞാനെന്നുണ്ടെങ്കിൽ PGP ആണ്. ഈ ഞാൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട്, അതായത് ഞാൻ PGP സ്റ്റോക്കായിട്ടാണ് ഈ പറഞ്ഞ, അതായത് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് പോലെയാണ്. അതായത് നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ ഇല്ലേ, സ്റ്റോക്ക് പോലെയാണ് ഞാൻ ഈ PGP ഷെയർസിനെ കാണുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ PGP, ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് നടത്തുന്നതിൻ്റെ ഏത് ഹെഡിൽ വരും, PGP ആണോ ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്ന എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡിംഗ് നടത്താന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിംഗ് ആയിരിക്കും. അതായത് നമ്മളെ ട്രേഡിംഗിൽ തന്നെ ഇൻട്രാഡേയിൽ ഇന്ന് രാവിലെ എടുത്ത് രാത്രി വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വിൽക്കുന്ന പരിപാടി ഇൻട്രാഡേ, അത് എപ്പോഴും സ്പെക്കുലേറ്റീവ് ബിസിനസ് കാറ്റഗറിയിലാണ് വരിക എപ്പോഴും. ഇതൊക്കെ ഷെയർസിൻ്റെ ഇത് ഇക്വിറ്റി ട്രേഡിംഗ് ആട്ടോ, മേലെ പറഞ്ഞ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡും ക്യാപിറ്റൽ അസറ്റ് കേസ്. മറ്റേത് ഇൻട്രാഡേ വരുമ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇല്ലേ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈ പറഞ്ഞ ബിസിനസ് ഇൻകായിട്ടാണ്, നോർമൽ ബിസിനസ് ഇൻകായിട്ടാണ് കൺസിഡർ ചെയ്ത്. ഇതിന് മുമ്പ് ഇത് സ്പെക്കുലേറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ അത് അമെൻമെൻറ്റ് വന്നിട്ടാണ് തോന്നുന്നു നോർമൽ ബിസിനസ് ഇൻകാക്കിയത്. ഇതൊക്കെ ഇപ്പോൾ കറൻ്റ്ലി വെരി ഇമ്പോർട്ടൻസ് ആണ്. കാരണം എല്ലാവരും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറൻ്റ്ലി അറിഞ്ഞിരിക്കുക. അതായത് ഷെയർസ് ഞാൻ അസറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ PGP, ദെൻ ഇൻട്രാഡേ നടത്തുന്നതാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസിംഗ് ആയിട്ട് വരും. ദെൻ ഡെറിവേറ്റീവ്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡെറിവേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നോർമൽ, അതായത് സാധാരണ ബിസിനസിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് സ്പെക്കുലേറ്റീവ് ആയിട്ടില്ല. സ്പെക്കുലേറ്റീവ് ആയിരുന്നു മുമ്പ് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് സ്പെക്കുലേറ്റീവ് എന്തോ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അത് നോർമൽ ബിസിനസിംഗ് ആയിട്ട് മാറ്റി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് കഴിഞ്ഞു. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മനസ്സിലായോ ഇല്ലേ, എങ്ങനെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒരു കമൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ വെരി 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 ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് എനിക്കൊരു മോട്ടിവേഷൻ അതാണ്. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.